മുതിർന്ന നേതാവ് ജി സുധാകരനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ജാഗ്രതയോടെ ഇടപെടാൻ CPIM തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ആർക്കെതിരെയും നടപടി വേണ്ട എന്ന നിലപാടിലാണ് ആലപ്പുഴയിലെ CPIM ജില്ലാ കമ്മിറ്റി. ജി സുധാകരനുമായി മുതിർന്ന നേതാക്കൾ ആശയവിനിമയം നടത്തുമെന്ന് അറിയുന്നു. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യും ഈ വാർത്ത. ഗുഡ് മോർണിംഗ് അശ്വിൻ, പറയും. വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു ബോംബ് വീണതുപോലെയാണ് ജി സുധാകരൻ്റെ പല പ്രസ്താവനകളും തുറന്നടിച്ചുള്ള പ്രതികരണങ്ങളുമൊക്കെ ഉണ്ടായത്. അത് സജി ചെറിയനും AK ബാലനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെയും ഒപ്പം ആലപ്പുഴ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനെതിരെയുമൊക്കെയാണ്. അതിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിലവിൽ ജില്ലാ കമ്മിറ്റി ഉള്ളത്. സംസ്ഥാന നേതൃത്വവും അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം ജി സുധാകരനെ പോലെയുള്ള ആൾ ഒരു വശത്തും മറ്റു വശത്ത് പ്രബലരായ രണ്ട് നേതാക്കൾ നിന്നുള്ള ഒരു തുറന്ന പോരാണ് ആലപ്പുഴയിൽ ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഒരു നടപടിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ എടുത്താൽ, അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗത്തെയും വെറുപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോയാൽ, നടപടിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയാൽ വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകും എന്നുള്ളതാണ് പാർട്ടിയുടെ നിലവിലെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഒരു സംയമനത്തോടെ ഒരു അനുനയത്തിൻ്റെ നീക്കത്തിൽ പോകാനാണ് പാർട്ടി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ജി സുധാകരൻ്റെ നിലവിലെ ആരോപണങ്ങളെ അപ്പാടെ തള്ളിക്കളയാനും മറ്റൊരു സൗഹൃദാന്തരീക്ഷത്തിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കാനുമാണ് സംസ്ഥാന കമ്മിറ്റിയും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള പരിപാടികളിൽ മുന്നോട്ട് പോവുക. നിലവിൽ രണ്ട് പരാതികളാണ് ജി സുധാകരൻ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, സൈബർ അധിക്ഷേപത്തിൽ പാർട്ടി നടപടിയെടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ജില്ലാ കമ്മിറ്റി പറയുന്നത് ജി സുധാകരൻ്റെ പരാതിയിൽ കൃത്യമായി ഇടപെട്ടു, അതിൽ ആവശ്യമായ ആളുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ജി സുധാകരനെ ജില്ലാ കമ്മിറ്റി അറിയിക്കും. മറ്റൊന്ന്, പാർട്ടി പരിപാടികളിൽ അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടി പരിഹരിക്കാനാണ് നിലവിൽ സംസ്ഥാന കമ്മിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശം. വരാനിരിക്കുന്ന 20-ാം തീയതി മുതൽ ആലപ്പുഴയിൽ ആരംഭിക്കുന്ന പുന്നപ്ര വയലാർ സമരത്തിൻ്റെ 79-ാം വാർഷികം വിപുലമായ പരിപാടികളോട് ആചരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാക്കളും അടക്കം പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടികളിൽ സജീവമായി ജി സുധാകരനെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ആലോചനകളാണ് പാർട്ടി നേതൃത്വം നടത്തുന്നത്. എന്തായാലും അനുനയത്തിൻ്റെ പാതയിലേക്ക് പോകാനാണ് നിലവിൽ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.